everyone, welcome back to my channel. So ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ട് അല്ല ട്ടോ ചെയ്യുന്നത്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് 50 വർഷം പഴക്കമുള്ള നമ്മളുടെ ഒരു ബോക്സ്, ഒരു ജുവൽ ബോക്സിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാത്തൊരു ബോക്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇതിൻ്റെ ഔട്ട്കം വരിക എന്നുള്ളത്. അപ്പം ഇതെൻ്റെ മദർ-ഇൻ-ലോൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ബോക്സാണ്. അപ്പം നമുക്ക് ഇതിനൊന്ന് ആദ്യം കുളിച്ച് കുട്ടപ്പനാക്കി എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഉള്ളിലൊരു വെൽവെറ്റ് തിങ് ഉണ്ടായിരുന്നു നടുക്കിൽ. അപ്പം ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് മാറ്റിയത് അങ്ങനെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജെസോ ആണ് അടിക്കാൻ പോകുന്നത്. അപ്പം ജെസോ ഉണ്ടാക്കുന്നത് ഞാൻ പല തവണയായിട്ട് വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയി ഒന്ന് ചെക്ക് ചെയ്യുക, അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമുക്ക് ജെസോ അടിച്ചു കൊടുക്കുക. കാരണം വെച്ചാൽ ഇത് അങ്ങനെ തുരുമ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ബേസ്ഡ് ഏതെങ്കിലും പ്രൈമേഴ്സ് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ പെയിൻറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കുറച്ച് ഈ റസ്റ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കുറച്ച് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൈമർ പോലെ ഇത് അടിച്ചു കൊടുക്കുന്നത്, ജെസോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് തന്നെ ഇതൊന്ന് നല്ല തിക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ജെസോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ക് പെയിൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്സ്ചർ പെയിൻറ്റ് യൂസ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ഓയിൽ പെയിൻറ്റ് അല്ലെങ്കിൽ ഓയിൽ പ്രൈമേഴ്സ് ആണ്. അപ്പം അതില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ബോക്സിന് ഒന്ന് അടിച്ചു കൊടുക്കാം.
പിന്നെ അടുത്തതായിട്ട് ഈ ഹാൻഡിലിൽ ചെറിയതായിട്ട് ബ്രോൺസ് കളർ, പേൾ മെറ്റാലിക് കളറിലുള്ള ബ്രോൺസ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഹാൻഡിലൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഞാൻ സൈഡ്സിലും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിതിനൊരു മേക്ക് ഓവർ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you so much for watching. Bye.